ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ 2 മാസത്തെ ഇടവേളകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കൂരിയാട് എത്തിയിരിക്കുന്നത്. സത്യം പറയണ കൂരിയാട് ഇതേമാതിരി ഒരു കൊളാപ്സ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ KNRCL എന്നോ ഇവിടുന്ന് പണികൾ പൂർത്തിയാക്കി പോയേനെ. ഈ അടുത്ത് 2 റീച്ചുകൾ ദേശീയപാത 66 പണികൾ പൂർത്തിയാക്കിയത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഒന്ന് കാസർഗോഡ് തലപ്പാടി മുതൽ ചെങ്ങള വരെയും മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയും. അതിന്റെ കൂടെ ഉദ്ഘാടനം നിർവഹിക്കേണ്ട ഒരു റീച്ചും കൂടിയായിരുന്നു മലപ്പുറം റീച്ച്. ഇനി ഒരൊറ്റ ചോദ്യം നമ്മുടെ പ്രേക്ഷകരോട്: എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസയിൽ ടോൾ ചാർജ് കൂടിയത്? നമ്മളെല്ലാവരും കരുതിയിരുന്നത് കോഴിക്കോട് ജില്ലയിലായിരിക്കും ടോൾ കൂടുക എന്നുള്ളത്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈ ഓവർ വന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ 145 രൂപ വൺ സൈഡായി മാറിയിരിക്കുന്നത്? അപ്പൊ അതൊന്ന് നിങ്ങൾ ചിന്തിച്ച് മറുപടി ചെയ്ത് കേട്ടോ. അപ്പൊ ഇത് കൂരിയാട് അണ്ടർപാസ് ആട്ടോ. ഈ കൂരിയാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് കുളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ സ്ഥലത്താണ് മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നത്. അപ്പൊ ഇവിടെ ആദ്യമൊക്കെ വാഹനങ്ങൾ പോകാൻ വേണ്ടി തുറന്നു കൊടുത്തിരുന്നു. പിന്നീട് കൊളാപ്സ് സംഭവിച്ചതിന് ശേഷം പൂർണ്ണമായിട്ട് അടച്ചിരിക്കുക കേട്ടോ. ഇവിടെ അടച്ചതിന് ശേഷം വളരെയധികം അപകടങ്ങൾ ഈ ഭാഗത്ത് സംഭവിച്ചിട്ടുമുണ്ട്. ഇപ്പൊ 2 ദിവസം മുൻപ് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ റീച്ചിൽ പല സ്ഥലത്തും മണ്ണിട്ട് ഉയർത്തിയ പ്രദേശങ്ങളിൽ പണികൾ പൂർത്തിയായ ഭാഗം വരെ പൊളിച്ചു മാറ്റിയിട്ട് അവിടെ പാലങ്ങൾ നിർമ്മിക്കാനുള്ള പരിപാടിയാണ് എന്നുള്ളത്. ഈ കൂരിയാട് മണ്ണിടിച്ചിൽ സംഭവിക്കുന്നതിന് മുൻപായിട്ട് വേറൊരു സ്ഥലത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു. കണ്ണൂക്കര എന്ന് പറഞ്ഞ ഭാഗമുണ്ട് വടകര ഭാഗത്ത്. അവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു സോയിൽ നീലിംഗ് ചെയ്ത സ്ഥലത്ത്. പക്ഷെ ഇവിടെ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ്, അവിടെയാണ് മണ്ണ് ഇരുന്ന് പോയതാണ്. ഇതേമാതിരി തന്നെയാണ് നമ്മുടെ കൊല്ലം ഭാഗത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പൂർണ്ണമായിട്ട് എല്ലാ സ്ഥലത്തും സോയിൽ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് മണ്ണ് ഒട്ടി ഉയർത്തിയ പ്രദേശങ്ങളിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ടിട്ട് അവിടെ പാലങ്ങൾ നിർമ്മിക്കുകയാണ്. എന്തായാലും തൃശ്ശൂർ റീച്ചിൽ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ ചന്തപ്പുര ഭാഗത്തും അതുപോലെ തന്നെ മുതലാം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലമായ പുന്നക്ക ബസാറും അതുപോലെ തന്നെ കൊറ്റംകുളം ഭാഗത്തും ആയിട്ടാണ് ഇതുപോലെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ മണ്ണിട്ട് ഉയർത്തിയ ഭാഗങ്ങളിലുള്ള ആറി പാനലൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ. അപ്പൊ ഇതാണ് കൂരിയാട് പാലം. കൂരിയാട് പാലത്തിന്റെ കുറച്ച് മനസ്സിലായി നമ്മൾ കൂരിയാട് അണ്ടർപാസ് കഴിഞ്ഞ് കുളപ്പുറം ഭാഗത്തേക്ക് വരുമ്പം ഫസ്റ്റ് ഒരു തോട് കടന്നു പോകുന്ന ഒരു പാലം നിർമ്മിച്ചിരുന്നു. അത് ഹൈറ്റ് കുറച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ഗാർഡറാണ് സ്ഥാപിച്ചിരുന്നത്. കാരണം ആ ഭാഗം കുറച്ച് ലെങ്ത് കൂടുതലുള്ളതുകൊണ്ടാണ് ആ ഭാഗത്ത് സ്റ്റീൽ ഗാർഡർ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ സാധാരണ ഇതിൽ PSC ഗാർഡർ സ്ഥാപിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മണ്ണ് എടുത്ത ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ ആ തോട് കടന്നു പോകുന്ന സ്ഥലത്ത് കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊന്തിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇവിടെ വരെയാണ് പാലം വരുന്നത് കേട്ടോ. ഇവിടുന്ന് പിന്നീട് പൂർണ്ണമായിട്ട് RE ബ്ലോക്കിന്റെ വർക്ക് നടക്കണം. അതിന്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ട് ആദ്യ ലെയറൊക്കെ RE ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരുന്നതായിരിക്കും. ഇനി ഇതും പൊളിച്ച് തൂണുകളാക്കണം എന്ന് പറയുമ്പോഴാണ് വിഷയം വരിക. കാരണം നിയമങ്ങൾ അങ്ങനെയാണ്. പല സ്ഥലത്തും ഇതേമാതിരി പ്രശ്നമുള്ള സ്ഥലത്തൊക്കെ വിഷയങ്ങൾ മാറുന്നുണ്ട്. ഏകദേശം വയഡക്റ്റിന്റെ 80% പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വർക്കുകൾ മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീൽ ഗാർഡർ സ്ഥാപിക്കുന്നതോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് വർക്കുകൾ നടക്കാനുള്ളത്. ബാക്കി എല്ലാ സ്ഥലത്തും മുകൾ ഭാഗത്ത് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ക്രാഷ് ബാരിന് വേണ്ടിയുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിരിക്കുന്നു. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഗാർഡറുകൾ സ്ഥാപിച്ച ഭാഗങ്ങളിലായിട്ട് ഡക്ക് ഷീറ്റ് അടിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഉള്ളൊരു സംശയമാണ് എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് മാത്രം PSC ഗാർഡർ ഒഴിവാക്കിയിട്ട് ഇവിടെ സ്റ്റീൽ ഗാർഡർ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ 2 പീറുകൾ തമ്മിൽ ലെങ്ത് കൂടുതലാണ്. ആ കൂടുതലുള്ള സ്ഥലത്താണ് സ്റ്റീൽ ഗാർഡർ വന്നിരിക്കുന്നത്. ഏകദേശം 42 അല്ലെങ്കിൽ 43 മീറ്റർ മാത്രമേ PSC ഗാർഡർ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇതേമാതിരി തന്നെ പല ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്തു കൂടെ റോഡ് കടന്നു പോകുന്ന സ്ഥലത്ത് വീതി ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പൂർണ്ണമായിട്ട് സ്റ്റീൽ ഗാർഡറാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ രാമനാട്ടുകര ഫ്ലൈ ഓവർ ആണെങ്കിലും തൊണ്ടയാട് ഫ്ലൈ ഓവർ ആണെങ്കിലും അവിടെയൊക്കെ സ്റ്റീൽ ഗാർഡറാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും വർക്കുകളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ഡിവൈഡറിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി പണികൾ പൂർത്തിയാക്കാനുള്ള ഭാഗത്ത് മാത്രമേ വർക്ക് നടക്കാനുള്ളൂ. അതുപോലെ തന്നെ 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കും. പക്ഷെ ഇവിടെയൊക്കെ എനിക്കൊരു കുഴപ്പം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള നമ്മുടെ ഡ്രൈനേജ് ഉണ്ടല്ലോ, ഈ ഡ്രൈനേജിന്റെ അവിടെ ശരിക്കും ഒരു ലെവലല്ല. കാരണം ഒന്ന് പൊന്തിയും താഴ്ന്നിരിക്കും. അപ്പോൾ ബൈക്ക് യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഡ്രൈനേജിന്റെ മുകൾ ഭാഗത്തൂടെ പോകുമ്പോൾ. ഇത് 2 വേ ആണെങ്കിൽ ഇനി പറയേണ്ടി വരില്ല, അത്രയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ മണ്ണ് ചെരിച്ച് കൊടുത്ത സ്ഥലങ്ങളിലായിട്ട് കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊന്തിക്കുന്നുണ്ട്. കരിങ്കല്ലുകൊണ്ട് ലാൻഡ് സ്ലൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ഈ മണ്ണിടിച്ചിൽ സംഭവിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതിന്റെ മുകൾ ഭാഗത്തോടെ യാത്ര ചെയ്തേട്ടോ. ഇവിടെ നിന്നൊക്കെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് സർവീസ് റോഡിൽ കൂടെ വന്നിട്ടാണ് പിന്നീട് നമ്മൾ ഈ എന്താ പറയുക കുളപ്പുറം ഭാഗത്തുന്നതിന് മുൻപായിട്ട് ഒരു എൻട്രി ഉണ്ട്. അവിടുന്ന് കയറിയിട്ട് 60 അതിൽ കയറുന്ന കേട്ടോ. പിന്നെ ഇനി അടുത്തത് FOBന്റെ കാര്യം. ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആകെ ഒരു സ്ഥലത്ത് മാത്രമേ നിലവിൽ പണികൾ ആരംഭിച്ചിട്ടുള്ള FOBന്റെ രണ്ടത്താണി ഭാഗത്ത്. ഇനിയൊരു FOB വരാനുള്ളത് ഈ കുളപ്പുറം ഭാഗത്താണ്. ഈ കുളപ്പുറം ഭാഗത്ത് ഇതിനു മുമ്പ് കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. കാരണം ഏറ്റവും ആദ്യം ദേശീയപാത 66 ഒരു ഓവർപാസിന്റെ പണികൾ പൂർത്തിയാക്കിയത് കുളപ്പുറം ഓവർപാസാണ്. പക്ഷെ പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അത് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിച്ചില്ല. കാരണം ഇവിടെ ഒരു പ്രശ്നം നിലവിലുണ്ടായിരുന്നു.
ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർപാസ് വന്നിരിക്കുന്നത് കറക്റ്റായ സ്ഥലത്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇവിടെ ഓവർപാസ് വരേണ്ട റോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടത് ഭാഗത്ത് വരുന്ന റോഡുണ്ട്, അത് ചെമ്മാട് തിരൂരങ്ങാടി ഭാഗത്ത് വരുന്ന റോഡ് നേരെ കുളപ്പുറം ടൗണിലേക്ക് കയറുന്നത് ഇങ്ങനെ നീ ചെരിഞ്ഞിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ഇവിടെ ആയിരുന്നു ഒരു അണ്ടർപാസ് വരേണ്ടിയെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇനി FOB വരാൻ പോകുന്ന സ്ഥലം കൂടി ഇവിടെയാണ്. കാരണം ഇവിടെ സ്കൂളുണ്ട്, സ്കൂളിനോട് ചേർന്നിട്ട് ഈ ഭാഗങ്ങളിലായിരിക്കും FOB വരിക. അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെ. കാരണം ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് മറുഭാഗത്ത് കടക്കണം എന്നുണ്ടെങ്കിൽ നേരെ കുളപ്പുറം ഓവർപാസ് വരെ നടന്നു പോകേണ്ടി വരും. അതുകൂടാതെ ഇവിടെ ഒരു ഭാഗത്ത് 2 way ആയിട്ടാണ് സർവീസ് റോഡ് ഉപയോഗിക്കുന്നത്. ഈ കുളപ്പുറം ടൗണിലൊക്കെ വളരെയധികം മാറ്റമാണ് സംഭവിച്ചിരുന്നുണ്ട്. കാരണം പണ്ട് ഏകദേശം 2022 ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിരുന്നു. അതുപോലെ ഇവിടെ ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ഈ പണികൾ നടന്നോടനുബന്ധിച്ചിട്ടാണ് പല സ്ഥലത്തും കടകളടക്കം പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഓവർപാസ് ഇവിടെ വന്നപ്പോഴാണ് ഈ ഇടത് ഭാഗത്ത് കണ്ടോ നിങ്ങൾ, എന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ട് റോഡാണ് ഈ വലത് ഭാഗത്തൂടെ കടന്നു പോകുന്നത്, കുളപ്പുറത്ത് നിന്ന് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. അത് നേരെ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓവർപാസുമായിട്ടാണ്. പക്ഷെ എന്നാലും ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇനി ചെമ്മാട് ഭാഗത്തേക്കും തിരുരങ്ങാടി ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ ഇവിടെ ഒരു ഭാഗം കണ്ടോ, ഒരു ഭാഗത്തൂടെ 2 way ആയിട്ടാണ് ഈ റോഡ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇപ്പോഴും പലർക്കും എങ്ങനെയാണ് 2 wayയിൽ കൂടെ വാഹനം ഓടിക്കേണ്ടതെന്ന് അറിയുകയില്ല. ഈ കുളപ്പുറം ടൗണിലെ പഴയ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡ് കണ്ടോ നിങ്ങൾ, ഓവർപാസുമായിട്ട് അവിടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടെന്ന് കേട്ടോ. ഈ ഓവർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് പോലും ഈ ബിൽഡിംഗ് ഇവിടെ പൊളിച്ചു മാറ്റിയിട്ടില്ല. പിന്നീട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് ഇവിടെ 2 ഭാഗത്തേക്ക് പോകാൻ ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ വലിയ ഗതാഗത കുരുക്കൊക്കെ ആയിരുന്നു. പിന്നീടാണ് ഇത് പൊളിച്ചു മാറ്റിയിട്ട് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. കുളപ്പുറം ടൗണില് വളരെയധികം കച്ചവടം നടന്ന സ്ഥലമാണ്. കാരണം പ്രത്യേകിച്ച് പ്രവാസികളുടെ കച്ചവടം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാവക്കാട്, പൊന്നാനി, കുറ്റിപ്പുറം, വളാഞ്ചേരി, എടപ്പാൾ ഭാഗത്തുള്ള ആളുകളൊക്കെ എയർപോർട്ടിൽ പോകുമ്പോൾ കുളപ്പുറം ടൗൺ മുഖാന്തരമാണ് എയർപോർട്ടിൽ പോയിരുന്നത്. തിരിച്ചു അതേമാതിരി തന്നെയാണ് എയർപോർട്ടിൽ വന്നിട്ട് പിന്നീട് ചാവക്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ ഈ റോഡ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് കുറേ കച്ചവടം നടന്നിരുന്നു. പിന്നീട് ഈ റോഡ് ഇവിടെ നടന്ന സമയത്ത് ഇവിടെ കച്ചവടങ്ങളൊക്കെ നന്നായി ബാധിച്ചും ചെയ്തു. ഇതേമാതിരി തന്നെയാണ് മലപ്പുറം ജില്ലയിലെ പല സ്ഥലത്തും അങ്ങാടികൾ മാറിയിരിക്കുന്നത് കേട്ടോ. ചില അങ്ങാടികളിലൊക്കെ വളരെയധികം കച്ചവടം കുറഞ്ഞ് ചില സ്ഥാപനങ്ങളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. ഇനി ദേശീയപാത 66 പൂർണ്ണമായി പണി കഴിഞ്ഞിട്ട് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വരും തലമുറയ്ക്ക് ഇതുപോലെയുള്ള ചെറിയ അങ്ങാടികളൊന്നും അറിയുകയില്ല. പ്രത്യേകിച്ച് മെയിൻ അങ്ങാടികൾ മാത്രം. കാരണം അവർക്ക് ഡെസ്റ്റിനേഷൻ മാത്രമേ ലക്ഷ്യമുണ്ടാവുള്ളൂ, ഇവിടുന്ന് തുടങ്ങി എവിടെ അവസാനിക്കണമെന്ന്. അതിൻ്റെ ഇടയിലുള്ള ചെറിയ അങ്ങാടികൾക്കൊന്നും അവർക്ക് കയറേണ്ട ആവശ്യമില്ല. കാരണം ഓരോ അങ്ങാടികളിലും ബൈപ്പാസുകൾ നിർമ്മിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കൂരിയാട് ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.